ടാസ്ക് ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ പോയപ്പോഴത്തേനും ഒരു ഗ്യാതറിങ് ഉണ്ടായിരുന്നു. അതായത് നാട്ടിൽ ഉള്ള എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ വെച്ചിട്ട് എല്ലാവരും പല സ്ഥലങ്ങളിലാണ്. ഞാൻ 16-17 ഇയേഴ്സായിട്ട് കാണാതിരുന്ന കസിൻസും അവരുടെ ഫാമിലീസും, ചിലരുടെ ഫാമിലി വന്നിട്ടില്ല, അവർ മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് പേരെ കിട്ടിയവരെ വെച്ചിട്ട് ഒരു ഗ്യാതറിങ് ചെയ്തു വീട്ടിൽ. അപ്പോൾ അതിനുള്ള ഫോട്ടോസാണ് ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഉള്ള ഭക്ഷണം വാങ്ങാനും കൊടുക്കാനും ഒക്കെ നമുക്ക് പറ്റി. കുറച്ച് പേർക്കെല്ലാം കപ്പ ഭയങ്കര പ്രിയമായിരുന്നു, അതുകൊണ്ട് കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇല്ലേ, കപ്പ ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ വെജിറ്റബിൾ ഉണ്ടായിരുന്നു. കപ്പയും ചിക്കനും ഒക്കെ എല്ലാവരും ഭയങ്കര ആസ്വദിച്ച് കഴിച്ചു. ഈ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നതിനേക്കാളും വലിയവരെല്ലാം നല്ല ആസ്വദിച്ച് കഴിച്ചത് കപ്പയും മീനുമാണ്. ഞാൻ പറഞ്ഞതുപോലെ കപ്പയും മീനുമൊക്കെ നാട്ടിൽ ചെന്ന് നാട്ടിലെ ചേരുവകളെല്ലാം ചേർത്ത് ഉണ്ടാക്കുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരം തന്നെയാണ്. പിന്നെ എല്ലാ പേരും കൂടെയുണ്ട്. ആ ഒരു സ്നേഹം കൂടെ ഈ ഫുഡിലേക്ക് വന്നപ്പോഴത്തേനും അതിന് വേറൊരു സ്വാദായിരുന്നു. വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. പഴയ ഒത്തിരി കാര്യങ്ങൾ പറയുകയും നല്ല സന്തോഷമായിരുന്നു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും എല്ലാ പിള്ളേരൊക്കെ അവരവരുടെ രീതിയിൽ പിള്ളേരെല്ലാം എൻജോയ് ചെയ്തു. പിള്ളേർ കളിക്കുകയൊക്കെ ചെയ്തു. വലിയവർ 2-3 ഗ്രൂപ്പായിട്ട്, ഏജ് വ്യത്യാസമായിട്ടുള്ള ഗ്രൂപ്പുകളായിട്ട് അവരവരുടേതായിട്ടുള്ള ലോകത്ത് അവരുടെ കാര്യങ്ങളെല്ലാം പറയുകയും വിശേഷങ്ങൾ പറയുകയൊക്കെ ചെയ്തു. എൻ്റെ മമ്മിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം മമ്മി 85 ഇയേഴ്സ് ഓൾഡാണ്. സോ 85 വയസ്സിൽ എൻ്റെ മമ്മിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ഒരു ഗിഫ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ മമ്മിയുടെ സിസ്റ്ററിൻ്റെയും ബ്രദേഴ്സിൻ്റെയും അവിടെ നാട്ടിലുണ്ടായിരുന്ന മക്കളെല്ലാം വിളിച്ചു കൂട്ടി എൻ്റെ മമ്മിക്കൊരു സന്തോഷം. അപ്പം വളരെ സന്തോഷം മമ്മിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സന്തോഷം കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നി. ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് നമ്മുടെ പാരൻസിനെ കുറച്ചെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ. മമ്മിയുടെ സിസ്റ്റേഴ്സ് ആയാലും മമ്മിയുടെ ബ്രദറിൻ്റെ വൈഫും ആയാലും ഉള്ളവരെല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഒരു സന്തോഷം. ഇങ്ങനെയുള്ള സന്തോഷങ്ങൾക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെക്കേഷൻ പ്ലേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇന്ത്യയാണ്. നാട്ടിൽ പോയി നാട്ടിലുള്ള ബന്ധുക്കളുമായിട്ട് സന്തോഷമായി കഴിയുന്നതിലപ്പുറം വേറൊരു വെക്കേഷൻ പ്ലേസ് സന്തോഷിക്കാനായി എനിക്കില്ല എന്ന് തന്നെ പറയാം. ഏറ്റവും ഞാൻ സന്തോഷിക്കുന്ന വെക്കേഷൻ നാട്ടിലേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ അത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തു, അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടാസ്ക് ടൈം. ബൈ.